വെൽക്കം ടു ക്ലാസിക് കേരള PSC. ഇന്ന് നടന്ന കൂലി വർക്കർ മെയിൻസ് എക്സാമിൻ്റെ ആൻസർ കീ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് B ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓരോ ചോദ്യവും അതിൻ്റെ ഉത്തരവും മാത്രമേ വായിച്ചു പോകത്തുള്ളൂ. ഈ ചോദ്യങ്ങളുടെ എല്ലാം വിശദമായ എക്സ്പ്ലനേഷൻ, ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമായിട്ടുള്ള വീഡിയോ നമ്മൾ ടോപ്പിക് അനുസരിച്ച്, ഭരണഘടനയാണെങ്കിൽ ഭരണഘടന, അതല്ലെങ്കിൽ മാത്തമെറ്റിക്സ് ആണെങ്കിൽ മാത്തമെറ്റിക്സ്, ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററി, അങ്ങനെ ടോപ്പിക് അനുസരിച്ച് നമ്മൾ വേറെ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. വരുന്ന LDC LGS എക്സാമുകളൊക്കെ എഴുതുന്നവർക്ക് അത് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ മാത്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഓപ്ഷൻ നോക്കി പെട്ടെന്ന് ഉത്തരവ് എഴുതുന്ന വീഡിയോസ് ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത് യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിൽ ഓരോ ചോദ്യവും അതിൻ്റെ ഉത്തരവ് നമ്മൾ സ്പീഡിൽ വായിച്ചു പോകത്തേ ഉള്ളൂ. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ നോക്കാം. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം, അത് അനുച്ഛേദം 32 ആണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണെങ്കിൽ അത് 23 വരുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണെങ്കിലാണ് 19 വരുന്നത്. മതസ്വാതന്ത്ര്യത്തിനാണെങ്കിൽ 24 മുതൽ 28 വരെയാണ് വരുന്നത്. സോ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള അവകാശം വരുന്നത് ആണ് അനുച്ഛേദം 19. ഓക്കെ, നെക്സ്റ്റ്, സ്വത്തവകാശ മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 42ാം ഭേദഗതി 1976 പ്രകാരമാണ് സ്വത്തവകാശ മൗലികാവകാശങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് നിയമാവകാശമാക്കി മാറ്റുന്നത്. ഇപ്പോൾ ആർട്ടിക്കിൾ 300A നിയമാവകാശമായിട്ടാണ് സ്വത്തവകാശം മാറിയിരിക്കുന്നത്. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? അവകാശങ്ങൾ അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിനായി ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ഏതാണ്? നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. സ്വരൺ സിംഗ് കമ്മിറ്റി. അടുത്ത ചോദ്യം, ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ഓപ്ഷൻ ബി, രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ആറാമത്തെ ക്വസ്റ്റ്യൻ, 1947 ഐക്യ കേരള കൺവെൻഷൻ നടക്കുന്നത് എവിടെയാണ്? തൃശ്ശൂരിലാണ്. ഓക്കെ, ഐക്യ കേരള കൺവെൻഷൻ നടക്കുന്നത് തൃശ്ശൂരാണ്. ഏഴാമത്തെ ചോദ്യം, സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ സംഘടനയാണ് സമത്വ സമാജം. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? സംഘടിത കലാപം ചോദിച്ചാൽ ഏത് പറയണം? ആറ്റിങ്ങൽ കലാപം പറയണം. ആദ്യത്തെ കലാപമാണെങ്കിൽ അഞ്ചുതെങ്ങ് കലാപം പറയാം. അടുത്ത ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാട്. അടുത്ത ചോദ്യം, 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആര്? സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? ഉത്തരം, 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, ഗൗരി പാർവതി ഭായി ആണ്. ഗൗരി പാർവതി ഭായി ആണ്. 11ാമത്തെ ചോദ്യം, G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1998 G20 രൂപീകരിച്ചത്. ബാക്കി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, കണ്ണൂരാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളതും ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ളതും കണ്ണൂർ ജില്ലയിലാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, റൗലത്ത് ആക്ട് ആണ്. റൗലത്ത് ആക്ട്. ഓക്കെ, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ഓപ്ഷൻ എ, മഹാത്മാഗാന്ധിയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഓപ്ഷൻ ഡി, ലാഹോർ സമ്മേളനം. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു ആണ്. 1905 ബംഗാൾ വിഭജനം നടക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ആദ്യത്തെ ഇന്ത്യൻ വനിത ചോദിച്ചു കഴിഞ്ഞാൽ ആരെ പറയണം? സരോജിനി നായിഡുവിനെ പറയണം. ആദ്യത്തെ വനിതയാണെങ്കിൽ ആനി ബസന്റ് ആയിരിക്കും. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചിട്ടുള്ളത്? 19ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ എ, സോവിയറ്റ് യൂണിയൻ ആണ്. ഓപ്ഷൻ എ, സോവിയറ്റ് യൂണിയൻ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, ഡോക്ടർ APJ അബ്ദുൽ കലാം. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത എന്ന ബഹുമതി ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജിലുമോൾ മാരിയറ്റ് തോമസിനാണ് ഈ ഒരു അവാർഡ് അല്ലെങ്കിൽ ഈ ഒരു ബഹുമതി ലഭിച്ചിട്ടുള്ളത്.
അടുത്ത 22ാമത്തെ ചോദ്യം, 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ്? ഓക്കെ, ഉത്തരം ഓപ്ഷൻ ബി ശ്രീലങ്കയാണ്. ശ്രീലങ്ക. അടുത്ത ചോദ്യം, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആരാണ്? ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു എന്നിവരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഉത്തരം പോറ്റി ശ്രീരാമലു ആണ്. ഓക്കെ, പോറ്റി ശ്രീരാമലു ആണ് ഉൾപ്പെടാത്തത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നിവ ചേരുന്നുണ്ട്. സ്വാശ്രയത്വം എന്നത് നമ്മുടെ വിദേശ നയത്തിൽ പറയുന്ന തത്വമല്ല. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ശാസ്താംകോട്ടയാണ്. കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം? ഉത്തരം ഓപ്ഷൻ എ 9 ജില്ലകളിലാണ് കേരളത്തിൽ കടൽ തീരമുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഡെക്കാൻ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമിയാണ് ഏറ്റവും വലിയ പീഠഭൂമി എന്ന് പറയുന്നത്. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി പമ്പ നദിയിലാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഉള്ളത്. 29ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ദിരാ പോയിന്റ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആലപ്പുഴയാണ്. ആലപ്പുഴ. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി പുന്നമട കായൽ. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 941 ആണ്. 941. 33ാമത്തെ ചോദ്യം, കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? 33ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി AJ ദേശായി ആണ്. പ്രഥമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിലെ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം. ഉത്തരം സൈലന്റ് വാലിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപ്പുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ഓക്കെ, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഇപ്പോൾ ചിറാപ്പുഞ്ചി അല്ല, മാറി മൗസിൻഡ്രമാണ്. എന്നാലും ഈ ചോദ്യത്തിന്റെ ഉത്തരം ചിറാപ്പുഞ്ചി എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ 35ാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം എന്ന് പറയുന്നത് സി മേഘാലയാണ്. മൗസിൻഡ്രവും മേഘാലയ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷമാണെന്നുള്ള അടുത്ത ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി 1973 ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആരാണ്? ഇന്ത്യയിലെ 14ാമത് ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ജഗദീപ് ധൻകർ ആണ്. ജഗദീപ് ധൻകർ. വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണുള്ളത്? 7ാം സ്ഥാനമാണുള്ളത്. ഓക്കെ, വലിപ്പത്തിൽ 7ാം സ്ഥാനത്താണ് ഇന്ത്യ. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേരെന്താണെന്നുള്ള അടുത്ത ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി സജി ചെറിയാനാണ് മത്സ്യബന്ധന വകുപ്പ് മന്ത്രി. കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിന്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ സി മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. അടുത്ത 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ചൈനയിലാണ് 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്നിട്ടുള്ളത്. അടുത്ത 42ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? നീളം കൂടിയ നദി പെരിയാറും ഏറ്റവും വലിയ നദി ഭാരതപ്പുഴയുമാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. 44 ചരക്ക് സേവന നികുതി അഥവാ GST എന്നാണ് നിലവിൽ വരുന്നത്? 44ാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 2017 ജൂലൈ 1. 2017 ജൂലൈ 1. ഗോദാൻ എന്ന കൃതി രചിച്ചത് ആരാണ്? ഗോദാൻ എന്ന കൃതി രചിച്ചത് ഓപ്ഷൻ സി പ്രേംചന്ദ് ആണ്. പ്രേംചന്ദിന്റെ കൃതിയാണ് ഗോദാൻ. ഒളിമ്പിക്സ് ചിഹ്നത്തിൽ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ഏഷ്യയെ സൂചിപ്പിക്കുന്നതാണ് മഞ്ഞ വളയം എന്ന് പറയുന്നത്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അപ്പോൾ 2021 ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്ഷൻ ഡി അല്ലു അർജുൻ ആണ്. ഓപ്ഷൻ ഡി അല്ലു അർജുൻ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ എ തുറന്നിട്ട വാതിൽ എന്നാണ്. ഓക്കെ, തുറന്നിട്ട വാതിൽ. 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യയാണ്. ഓക്കെ, ഓപ്ഷൻ എ ഇന്ത്യ. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ഹൈദരാബാദിലാണ്.
അടുത്ത ചോദ്യം 51ാമത്തെ ചോദ്യം, ചാന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏതാണ്? ഓക്കെ, അപ്പോൾ ചാന്ദ്രയാൻ 3യിൽ ഇല്ലാതിരുന്ന ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓർബിറ്റർ ആണ്. ബാക്കി ലാൻഡറും റോവറും പ്രൊപ്പൻഷൻ മൊഡ്യൂളും ഒക്കെ ചാന്ദ്രയാൻ 3യിൽ ഉണ്ടായിരുന്നു. താഴെ പറയുന്നവയിൽ അമൃത ഷേർഗിലിൻ്റെ ചിത്രം ഏതാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. 52ാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഗ്രാമീണ ജീവിതമാണ് അമൃത ഷേർഗിലിൻ്റേത്. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു, ഇത് ഏത് അപര്യാപ്തത രോഗത്തിൻ്റെ ലക്ഷണമാണ്? ഉത്തരം ഓപ്ഷൻ സി, കണയാണ്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന കണയാണ് ഉത്തരം. ഓക്കെ, 54 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2 മാത്രം ശരി എന്നുള്ള ഓപ്ഷനാണ് കറക്റ്റ്. ഓക്കെ, തിരമാല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. കൽക്കരി പാരമ്പര്യേതരം അല്ല. സൂര്യൻ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സും അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 55 വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽത്തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, മലപ്പുറമാണ്. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായി ആചരിച്ചത് ഓപ്ഷൻ സി, 2023 ആയിരുന്നു അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം. സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ, ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു അത്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ാമത്തെ ജോഡി മാത്രമാണ് ശരി. അതായത് കോമ്പല്ല് ആഹാരം വസ്തുക്കൾ കടിച്ചു കീറാൻ ഉപയോഗിക്കുന്നതാണ്, ബാക്കിയെല്ലാം തെറ്റാണ്. അടുത്ത ചോദ്യം, ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം ഓപ്ഷൻ ബി, തക്കാളിയുടെ സങ്കര ഇനമാണ് ലോല. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏത്? മെന്റലീവിയം, ടൈറ്റാനിയം, റൂദർഫോഡിയം, ക്യൂറിയം. ഓക്കെ, അപ്പോൾ ഇതിൽ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ടൈറ്റാനിയം ആണ്. ബാക്കി 3ഉം ഓരോ ആൾക്കാരുടെ പേരിൽ നാമം കൊടുത്തിരിക്കുന്ന മൂലകങ്ങളാണ്. 61ാമത്തെ ചോദ്യം, ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 3 ശരിയാണ്. 1, 2, 3 ശരിയാണ്. 4ാമത് തെറ്റാണ്. കണികകളുടെ ചലനം കുറയുന്നു എന്നുള്ളത് തെറ്റാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ജപ്പാനിലാണ്. ഓക്കെ, ജപ്പാനിലാണ്. അടുത്തത്, ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തെറ്റാണ്. അത് സൂര്യന് ചുറ്റുമാണ് കറങ്ങുന്നത്. സൂര്യനിലെ ലഗ്രാഞ്ച് പോയിന്റ് 2ലാണ് വെബ് ദൂരദർശിനി ഉള്ളത്. ബാക്കിയെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. മിക്സി പ്രവർത്തിക്കുമ്പോഴുണ്ടാക്കുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവുമായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഉത്തരം. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. ദോലന ചലനത്തിന് ഉദാഹരണം അല്ലാത്തത് ജയന്റ് വീലിൻ്റെ ചലനമാണ് ഉദാഹരണം അല്ലാത്തത്. ബാക്കി 3ഉം ദോലന ചലനത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. അടുത്ത ചോദ്യം, രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് സ്ഫിഗ്മോ മാനോമീറ്റർ എന്നാണ്. രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഏതാണ്? ഓക്കെ, അതിറോസ്ക്ലീറോസിസും പക്ഷാഘാതവും ഹൃദയാഘാതവും കൊഴുപ്പ് കൂടുമ്പോഴുണ്ടാകുന്നതാണ്. എൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, പ്രമേഹമാണ്. എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ലിംഫോസൈറ്റിനെയാണ് ബാധിക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്നത് സർക്കാർ പദ്ധതിയുടെ പേരെന്താണ്? ഓക്കെ, WIFS എന്നാണ് ഉത്തരം. അതിൽ തന്നെ പേരിൽ തന്നെയുണ്ട് വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ സപ്ലൈ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ്? ബാലമിത്രയാണ്. ബാലമിത്ര. താഴെ പറയുന്നത് ഏത് മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല? ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്നുണ്ട്, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരുന്നുണ്ട്, സിറിഞ്ച്, സൂചി എന്നിവയിലൂടെയും പകരുന്നുണ്ട്. ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസറിൻ്റെ പേരെന്താണ്? ക്യാപ്റ്റൻ ഗീതിക കൗളാണ്. ക്യാപ്റ്റൻ ഗീതിക കൗൾ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി ലഭിച്ചത് കൊൽക്കത്തയ്ക്കാണ്. ഓക്കെ, കൊൽക്കത്ത. അടുത്ത ചോദ്യം, സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്.
76. ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? 28%. അടുത്ത ഒറ്റപ്പെട്ടത് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ചിക്കൻ ബോക്സ് ആണ്. ക്ഷയം, എലിപ്പനി, ഡിഫ്തീരിയ ഈ 3 രോഗങ്ങളും ബാക്ടീരിയൽ രോഗങ്ങളാകുമ്പോൾ ചിക്കൻ ബോക്സ് വൈറസ് രോഗമാണ്. നിപ്പ വൈറസിന്റെ പ്രകൃതിയായുള്ള വാഹക ജീവി എല്ലാവർക്കും അറിയാം, വവ്വാലാണ്. അടുത്തത് ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഇൻസുലിൻ്റെ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഉണ്ടാകുന്നത് വാസോപ്രസിൻ്റെ കുറവ് മൂലമാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തെ സഹായിക്കുന്ന മൂലകം ഇരുമ്പാണ്. അടുത്തത് മാത്സ് ആണ്. മാത്സിലെ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഉത്തരം മാത്രം വായിച്ചു പോകും. അടുത്ത ഒരു സെക്ഷനിൽ നമ്മൾ മാത്സിൻ്റെ ചോദ്യങ്ങൾ മാത്രം ചെയ്യും. അത് ഉത്തരം നോക്കി ഏറ്റവും പെട്ടെന്ന് സിമ്പിളായിട്ട് മാത്സിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുന്ന ഈ 20 ചോദ്യങ്ങളുടെയും വീഡിയോ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ LDC LGSന് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ആ വീഡിയോ കൂടി കാണുക. ഓക്കെ, അടുത്ത ചോദ്യം. 9 സംഖ്യകളുടെ ശരാശരി 80 ആണ്. ഇതിൽ ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി 70ഉം അവസാനത്തെ 4 സംഖ്യകളുടെ ശരാശരി 90ഉമായാൽ അടുത്ത സംഖ്യയുടെ അതായത് 5ാം സംഖ്യയുടെ സംഖ്യ എത്ര ആയിരിക്കും? 80 ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. 600 രൂപയ്ക്ക് 20% ലാഭത്തിൽ വിറ്റ ഒരു വസ്തുവിൻ്റെ വാങ്ങിയ വില? ഉത്തരം ഓപ്ഷൻ എ 500 ആണ്. അടുത്ത് ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ 3 മണിക്കൂറിൽ 180 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കിയെങ്കിൽ അതേ വേഗതയിൽ ആ കാർ 110 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്ര? ഉത്തരം ഓപ്ഷൻ ബി 1.5 മണിക്കൂർ. ഉത്തരം ഓപ്ഷൻ ഡി 1 മണിക്കൂർ 50 മിനിറ്റ് ആണ്. 1 മണിക്കൂർ 50 മിനിറ്റ് ആണ് ഉത്തരം. അടുത്ത ചോദ്യം. റൂട്ട് 3249 57 ആണെങ്കിൽ തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എത്ര എന്നുള്ളതാണ്. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 632.13 ആണ്. 84ാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 85. 50 രൂപയ്ക്ക് 10 ഓറഞ്ച് വീതം വാങ്ങി അതേ വിലയ്ക്ക് 8 ഓറഞ്ച് വീതം വിറ്റാൽ ലഭിക്കുന്ന ലാഭശതമാനം എത്ര? 20 ആണ്. ഈ ചോദ്യത്തിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അടുത്ത 86ാമത്തെ ക്വസ്റ്റ്യൻ ഈ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ഏതാണെന്നാണ്. ഉത്തരം ഓപ്ഷൻ സി 7 ആണ് വരുന്നത്. അടുത്ത ചോദ്യം. 4, 7, 12, 19 അടുത്ത ഉത്തരം എത്ര? 4, 3, 7, 7, 5, 12, 12, 7, 19, 19, 9, 28 ആയിരിക്കും ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം. ഈ പറയുന്ന സാധനത്തിൽ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിരിക്കുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് വളരെ സിമ്പിളാണ്. 1ൻ്റെ ക്യൂബാണ് 1. അടുത്ത 2ൻ്റെ ക്യൂബ് 8, 4ൻ്റെ ക്യൂബ് 64, അങ്ങനെയാണെങ്കിൽ 3ൻ്റെ ക്യൂബ് 3, 3, 9, 9, 3, 27 ഇവിടുത്തെ ഉത്തരം. അടുത്ത ചോദ്യം. 89ാമത്തെ ചോദ്യം. സമാനമല്ലാത്തത് ഏതാണ്? ഇവിടെ എല്ലാം ഒരേ സംഖ്യ 3 കൂട്ടി പോകുന്നു. ഇവിടെ എല്ലായിടത്തും 4 കൂട്ടി പോകുന്നു. ഇവിടെ എല്ലായിടത്തും 5 കൂട്ടി പോകുന്നു. പക്ഷേ ഇവിടെ 5 6 11, 11 6 17, 17 5 22. സോ ഇതാണ് സമാനമല്ലാത്തത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളെ അവയുടെ നമ്പർ പ്രകാരം അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിച്ചാൽ യോജിച്ചത് ഏത്? അതായത് ബിന്ദുക്കൾ ചേർന്ന് രേഖകൾ ഉണ്ടാകുന്നു, രേഖകൾ ചേർന്ന് കോണുണ്ടാകുന്നു, കോണുകൾ ചേർന്ന് ത്രികോണം ഉണ്ടാകുന്നു. അതുകൊണ്ട് 3, 1, 2, 4 ആണ് ആൻസർ. 91ാമത്തെ ക്വസ്റ്റ്യൻ. കൂട്ടത്തിൽ പെടാത്ത ആരാണ്? സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. 51 ആണ്. 51 മാത്രം ഭാജ്യസംഖ്യയാണ്. ബാക്കി എല്ലാവരും അഭാജ്യ സംഖ്യകളാണ്. നീ ജനിച്ചപ്പോൾ എനിക്ക് നിന്റെ ഇപ്പോഴത്തെ അതേ പ്രായമായിരുന്നു. അച്ഛൻ മകനോട് പറഞ്ഞു. അച്ഛൻ ഇപ്പോൾ 50 വയസ്സുണ്ടെങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? 50നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 25 ആണ് ഉത്തരം. ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് 50 കിലോമീറ്റർ കിഴക്കോട്ട് നടന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 70 കിലോമീറ്റർ നടന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ നടന്ന് വലത്തോട്ട് തിരിഞ്ഞ് 60 മീറ്റർ നടന്ന് ജോലി സ്ഥലത്ത് എത്തിച്ചേരുകയാണെങ്കിൽ നേർവഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ അയാൾക്ക് ജോലി സ്ഥലത്ത് എത്താൻ എത്ര ദൂരം സഞ്ചരിക്കണം? ഓക്കെ, ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ 130 ആണ്. 94ാമത്തെ ക്വസ്റ്റ്യൻ. -1/5 എടുത്താലും -1 കിട്ടും. പ്ലസ് -1/101 എടുത്താലും -1 കിട്ടും. ബാക്കി രണ്ടും +1 കിട്ടും. അപ്പോൾ എല്ലാവരും വെട്ടിപ്പോയിട്ട് ഉത്തരവെന്ന് പറയുന്നത് 0 ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് 61ൽ എത്ര 6 ഒന്നുകളുണ്ട്? 61നെ 6 കൊണ്ട് ഗുണിച്ചാൽ മതി. ഉത്തരം 366 ആണ്. 3030 ഡിവൈഡഡ് ബൈ 15 + 15 ഡിവൈഡ് ചെയ്യുമ്പോൾ 202 കിട്ടും. കൂട്ടുമ്പോൾ 217 കിട്ടും. ഓക്കെ, 15 കൂടെ കൂട്ടുമ്പോൾ 217 കിട്ടും. നെക്സ്റ്റ്. 2 സംഖ്യകളുടെ ലസാഗ് 108ഉം ഉസാഗ 18ഉമായാൽ സംഖ്യകളിൽ ഒന്ന് 54 ആണെങ്കിൽ മറ്റേ സംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ ബി 36 ആണ്. അടുത്ത ചോദ്യം. ചെറുത് ഏത് എന്നുള്ളതാണ്. 98ാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 8/13 ആണ്. 5/6.625 = 0.7547 ആയാൽ 5/6625 എത്രയാണ്? ഓക്കെ, അപ്പോൾ ഈ കിടക്കുന്ന ഉത്തരത്തിൻ്റെ കൂടെ ഇവിടെ 3 പോയിന്റ് സ്ഥാനം മാറിയെങ്കിൽ ഇവിടെ 3 0 കൂടി അധികം കൊടുക്കുക. സോ ഉത്തരം 0.007547 ആണ്. അടുത്ത ചോദ്യം. റൂട്ട് 136/64 ഉത്തരം വരുന്നത്
ഓപ്ഷൻ ഡി 1/4 ആണ്. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ട് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കൂടുതൽ വീഡിയോസിനായിട്ട് ക്ലാസിക് കേരള PSCയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഓൺ ആക്കി വെച്ചേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ക്ലാസിക് കേരള PSC.